എനിക്കറിയാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നൂറെ ഹബീബിന്റെ മജ്ലിസിന്റെ ഫദ്ല് കണ്ടില്ലേ? ഇത് തകരില്ല, ആർക്കും തകർക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. പിന്നെ അത് കൂടാതെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുന്നിൽ കൂടെ ബക്കറ്റ് വരും. ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നൂറെ ഹബീബ് തങ്ങൾക്ക് പൈസന്റെ ആവശ്യമില്ല. നിങ്ങളെ മുന്നിൽ കൂടെ ബക്കറ്റ് വരും. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സ്വർണ്ണം നടന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങൾ പറയാത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് 1000 രൂപ, അതിലൊരു 500 രൂപ ക്രിസ്തുവിനെ പാവപ്പെട്ടവർക്കല്ലേ തങ്ങൾ നടത്തുന്ന പരിപാടിയല്ലേ, തങ്ങൾ കടം വരാൻ പാടില്ല. അതെല്ലാവരും എന്ത് ചെയ്യാ, ബക്കറ്റ് മുന്നിൽ 2-3 ബക്കറ്റ് ഇട്ടല്ലേ ഇതുവരെ നിങ്ങൾ കൊടുത്തില്ലേ? ഞാൻ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ അള്ളാഹു ബർക്കത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും കീശയിൽ ഒരു 100 രൂപ എടുത്ത് കൈപിടിച്ചാട്ടെ. എല്ലാവരും 100 രൂപ, ഇത്രയും വലിയ ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയല്ലേ, നിങ്ങൾ 100 രൂപ പറയല്ലേ, ഇടങ്ങാറുണ്ടാക്കല്ലേ. എല്ലാം സഹായിക്കട്ടോ, അള്ളാഹ് മൂപ്പര് എല്ലാം സഹായിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പറയാൻ പറ്റില്ല. മൂപ്പര് അള്ളാഹുരെ മനുഷ്യന്മാരെ കൊടുക്കുക. മൂപ്പര് ഇടയ്ക്ക് വല്ലടിക്കും, കല്ലു കുടിക്കും. അപ്പൊ ഒരു ദിവസം മൂപ്പര് കുറച്ച് മത്തായിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു തെങ്ങുണ്ട്, ഒരു പെരന്റെ മത്ത ഓപ്പട്ട് കയറി ആ ഇളനീരിട്ടു. അത് ചെത്തി മൂപ്പര് ഇങ്ങനെ കുടിച്ച പെരക്കാര് വന്ന് ഭയങ്കര പ്രശ്നം, ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അപ്പൊ ഈ തങ്ങള് പറഞ്ഞു, അന്ന് ഈ തെങ്ങമ്മ തേങ്ങ കായ്ക്കുന്ന ചെന്ന് കാണുന്ന. പിന്നെ തേങ്ങ ഉണ്ടായിട്ടില്ല, പിന്നെ അതുമ്പോ തേങ്ങ ഉണ്ടായിട്ടില്ല. ഇത് വീട് മുമ്പേക്ക് തിരിച്ചുപോയി. അതല്ല കൊടുക്കണം. അപ്പൊ തങ്ങൾ ചിലപ്പോ ചില ഒരു 9-20 ലെവൽ ടൈം അതൊരു മുജീബൊക്കെ എന്താ റാത്തിൽ എന്തായാലും വന്നിരുന്നില്ല. വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, കൊടുങ്ങല്ലൂർ പോയി. നിങ്ങൾ കേട്ടല്ലോ.